എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയാണ്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളെ കാര്യം പറഞ്ഞു, സ്വരാജ് ഹിന്ദുക്കളെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ നിലമ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ കയ്യിൽ ചരട് കെട്ടിയ ഒരു സനാതന ഹിന്ദുവിനെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടാഞ്ഞിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങളിങ്ങനെ ഒരു ക്രിസ്ത്യാനിയെ തെരഞ്ഞെടുത്ത് മത്സരിപ്പിക്കാൻ? അത് ഒരു തന്ത്രമാണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ ഒരേ സമയം വർഗീയത പറയുകയും നിങ്ങൾ ഇപ്പം തന്നെ വർഗീയത കാണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വരാജിനെ ഹിന്ദു വിരോധിയാക്കി, ഹിന്ദുക്കളെ ഉപദ്രവിച്ചവനാക്കി മാറ്റി, ശേഷം നിങ്ങൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയാക്കി. നിങ്ങൾക്ക് ഹിന്ദു ഇവിടെ ഇല്ലേ? ഈ മണ്ഡലത്തിലില്ലേ? BJP ഹിന്ദു പാർട്ടി മാത്രമാണ് എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ജോർജ് കുര്യനെ മന്ത്രിയാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി. അബ്ദുള്ള കുട്ടി അത്ഭുത കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടന്നിട്ടുള്ള ആ അബ്ദുള്ള കുട്ടിയെ സംസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനും ദേശീയ ഉപാധ്യക്ഷനും BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയാലും BJP ഒരു ഹിന്ദുത്വ പാർട്ടി അല്ലാതാകുന്നില്ല, ഒരു വർഗീയ പാർട്ടി അല്ലാതാകുന്നില്ല. BJP ഹിന്ദുത്വ പാർട്ടി. BJP ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ജോർജ് കുര്യനെ മന്ത്രിയാക്കിയിട്ടുള്ള പാർട്ടിയാണ്. കേക്ക് ഉണ്ടാക്കുമ്പോഴേ കേക്കിന്റെ മേളിൽ ചെറുപ്പഴം വെക്കും. ചെറുപ്പഴം വെച്ച ഉടനെ കേക്ക് ചെറുപ്പഴാണെന്ന് അർത്ഥമുണ്ടോ? ജോർജ് കുര്യൻ ഒരു ചെറുപ്പഴമാണ്. ഇന്ത്യ രാജ്യത്ത് ഈ കഴിഞ്ഞ 9 കൊല്ലം എത്ര പേരെയാണ്, എത്ര സ്ഥലത്താണ് പള്ളി തകർത്തത്? ഇന്നും മണിപ്പൂരിൽ കത്തി തീർന്നിട്ടില്ല പള്ളി. അങ്ങനെ മണിപ്പൂരിൽ കത്തിയമരുന്ന പള്ളിയുടെ മണം വരുമ്പോഴാണ് അൾത്താരകൾ തേടി ഇപ്പോൾ ജോർജ് കുര്യനും BJPക്കാരും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. ഇത് യൂദാസിൻ്റെ വരവാണ്. അതുകൊണ്ട് തിരിച്ചറിയാനുള്ള കഴിവ് അനിൽകുമാറിന് കുറച്ചുകൂടെ മനസ്സിലാകുന്നതാണ്.